ഡോക്ടർ ഓൺ ദി എഡ്ജ് എന്ന് പറഞ്ഞ പുതിയ ഡ്രാമയാണ് ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. സൗത്ത് കൊറിയയിൽ 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള എല്ലാ ആൺകുട്ടികളും നിർബന്ധമായിട്ടും സൈനിക സേവനം ചെയ്തിരിക്കണം. 18 മാസം മുതൽ 21 മാസം വരെയാണ് ടൈം പീരീഡ് വരുന്നത്. അവർക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് എവിടെയാണെന്നതിനെ ആശ്രയിച്ചിരിക്കും അവർക്ക് എത്ര നാൾ സെർവ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു മിലിറ്ററി ട്രെയിനിങ് ക്യാമ്പ് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റൻസ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് 2 സോൾജേഴ്സിന് താഴെ വീണ് പരിക്ക് പറ്റും. കൂട്ടത്തിലുള്ള 3 ഡോക്ടേഴ്സാണ് ഓടി വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. ആദ്യം അതിലൊരാളുടെ മുഖത്തും ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്, അത് തുന്നിക്കെട്ടണം. പക്ഷെ അത് കേൾക്കുമ്പോൾ പേടിയോടെ ആളെ ചോദിക്കുന്നത്, ഇതെല്ലാം കഴിയുമ്പോൾ എൻ്റെ മുഖത്ത് സ്കാർ എന്തെങ്കിലും കാണുമോ? സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ് ഇത് ചെയ്യാനായിട്ട് പോകുന്നത്, ഒന്നും കൊണ്ടും പേടിക്കേണ്ടെന്ന് കൂട്ടത്തിലുള്ള ഒരു സോൾജർ ഇയാൾക്ക് ഉറപ്പ് കൊടുക്കും. നമ്മുടെ നായകനാണ് അയാളുടെ മുഖമെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത്. പുറത്ത് വരുമ്പോഴത്തേക്കിനും അവർ 3 പേരും കൂടി പോസ്റ്റിംഗ് എവിടെയായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്യും. യൂഷ്വലി മെഡിക്കൽ സർവീസ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ഇവരെ വിടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങളിലേക്കായിരിക്കും പോകേണ്ടി വരിക. അതുപോലെ തന്നെ ഐലൻഡ്സിലേക്കും പോകേണ്ടി വരും. ഐലൻഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാറുണ്ട്. ഐലൻഡിൽ ഒരുപക്ഷെ ചെന്ന് പെടുകയാണെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് അനുഭവമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, ഒന്ന് അവിടുത്തെ ആളുകൾ, പിന്നീടൊന്ന് റിലേഷനിലാവുന്നത്. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പെട്ടുപോകും, അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല എന്ന് അതിലൊരു സോൾജർ പറയുമ്പോൾ ഞാൻ അത്രയ്ക്കും ഭാഗ്യം കെട്ട ആളല്ല എന്നാണ് നായകൻ മനസ്സിലാലോചിക്കുന്നത്. നായകന്റെ പേര് ഡോ ജി എന്നാണ്. അവന്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അവന് ദൂരെ ഒരു ഐലൻഡിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടും. അവിടേക്ക് പോകാനായിട്ട് വന്നു കഴിയുമ്പോൾ അവൻ ഹെസിറ്റേറ്റ് ചെയ്യും. ഷിപ്പിൽ വേണം പോകാനായിട്ട്, അവന് കയറാൻ പേടിയാണ്. തിരിച്ചു പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മാൻഡേറ്ററി ആയതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ എന്ന് അവൻ അറിയാം. അതിനിടയ്ക്ക് അവൻ പോക്കറ്റിൽ നിന്ന് 2-3 ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ഒരു കോൾ വരും. അവന്റെ സീനിയറാണ്, ഡോക്ടറാണ് വിളിക്കുന്നത്. നീ ആ മെഡിസിൻ കഴിച്ചോ, കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഹാലുസിനേഷനും ഡിസിനസ്സും ഒക്കെ വരുമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് മാക്സിമം അത് കഴിക്കാതിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക എന്ന് പറയും. എന്നിട്ട് ഹാങ്ങിനെ പറ്റി കേട്ടായിരുന്നോ, ആ സംഭവമൊക്കെ നടന്നിട്ട് എത്ര കാലമായി എന്ന് ചോദിക്കുമ്പോൾ ഇവൻ മിണ്ടാതെ നിൽക്കും. അന്നേരം എത്ര കാലമായെങ്കിലും എന്താ, ഒന്നും അത്ര പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റത്തില്ല എന്ന് ഒരു പെൺകുട്ടി പറയുന്നത് അവൻ കേൾക്കും. ആ മുറിവുകളൊന്നും അത്ര പെട്ടെന്ന് ഹീൽ ചെയ്യത്തില്ല. ഇനി മറന്നേ പറ്റത്തുള്ളൂ എന്ന് നിർബന്ധമാണെങ്കിൽ കുറച്ച് പൈസ തന്നു നോക്കൂ, കുറച്ച് അധികം വേണം, അങ്ങനെയാണെങ്കിൽ മറക്കാനായിട്ട് ശ്രമിക്കാം എന്നൊക്കെ ഒരു പെൺകുട്ടി സംസാരിച്ചുകൊണ്ട് അവന്റെ ഫ്രണ്ടിലൂടെ നടന്നു പോവുകയാണ്. ആ പെൺകുട്ടി ദേഷ്യത്തിലാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അവനും കോൾ കട്ട് ചെയ്യും. എന്നിട്ട് ആ പെൺകുട്ടി എല്ലാവരും കാണാൻ ഒരു സോജു ബോട്ടിൽ പൊട്ടിച്ചിട്ട് പട്ടപ്പകൽ അവിടെ നിന്ന് കുടിക്കും. അവൻ അന്തം വിട്ട് ആ പെൺകുട്ടിയെ തന്നെ നോക്കും. അന്നേരത്തേക്ക് ബോർഡിങ്ങിനുള്ള സമയമാവും. എല്ലാവരും കയറും, പെൺകുട്ടിയും ടിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് ഷിപ്പിലേക്ക് കയറും. ഇവന് കയറണം, പക്ഷെ പേടിയാണ്. എല്ലാവരും പെട്ടെന്ന് കയറാനൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇനി അവൻ മാത്രമേ കയറാനായിട്ടുള്ളൂ. അവിടേക്ക് എത്താൻ 2 മണിക്കൂറാണ് വേണ്ടുന്നത്. അത്രയും നേരം ഉറങ്ങിയാൽ മതിയല്ലോ, വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവൻ പെട്ടെന്ന് തന്നെ 2 ഗുളിക എടുത്ത് കഴിച്ചിട്ടാണ് ഷിപ്പിലേക്ക് കയറുന്നത്. ഉറങ്ങുന്ന ഡോലിയെ 2-3 അമ്മമാരും വിളിച്ച് എഴുന്നേൽപ്പിക്കും. അവരെന്തൊക്കെയോ അവനോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൻ അവരുടെ മുഖമൊന്നും ക്ലിയർ ആവുന്നില്ല, അവർ ചോദിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. അവൻ പെട്ടെന്ന് നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ പെൺകുട്ടി ഷിപ്പിന്റെ അടുത്ത് ചാടാൻ പോവാണെന്ന് മനസ്സിലാവും. ചാടരുത് എന്നൊക്കെ ഇവൻ പുറകെ നിന്ന് പറയുന്നുണ്ടെങ്കിലും പെൺകുട്ടി അതൊന്നും കേൾക്കാതെ എടുത്തു ചാടും. ഷിപ്പ് നിർത്തണം, ഒരാൾ വെള്ളത്തിൽ പോയി എന്നൊക്കെ ഇവൻ അലറുന്നുണ്ടെങ്കിലും എല്ലാവരും അവനെ നോക്കുന്നതല്ലാതെ അനങ്ങുന്നില്ല. അങ്ങനെ അവനും വെള്ളത്തിലേക്ക് എത്തിയാണ്. പിന്നീട് കാണിക്കുന്ന ഐലൻഡിലെ പബ്ലിക് ഹെൽത്ത് സെന്റർ ആണ്. അവിടെ 2 നഴ്സസ് ആണുള്ളത്. സീനിയറിന്റെ പേര് മിസ് വാങ് എന്നും ജൂനിയറിന്റെ പേര് ജങ്സൂൺ എന്നുമാണ്. ഫെറി വന്നിട്ട് പോയിട്ടും എത്തേണ്ട ഡോക്ടർ എത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ വിളിച്ചു നോക്കും, ഡോക്ടർ എവിടെയാണ്, ഫെറി വന്നല്ലോ എന്നിട്ട് ഡോക്ടർ ഇതുവരെ എത്തിയില്ലല്ലോ, ഇന്ന് വരുന്നില്ലേ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോഴത്തേക്കിനും അകത്തുനിന്നാണ് സംസാരം കേൾക്കുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ ഇവരകത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഡോജി അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ ഓൾറെഡി അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോധമില്ലാതെ ഫെറിന്ന് അവിടെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ഇയാൾ ഇവിടുത്തെ ഡോക്ടർ ആയിരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഫെറിയിൽ ഒരാൾ ബോധം കിട്ടു എന്ന് കേട്ടപ്പോൾ ഏതെങ്കിലും ഫിഷർമാനോ ടൂറിസ്റ്റോ ഒക്കെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരുവാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി തരാം, ഇനി 1 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് സീനിയർ നഴ്സ് അവനെ കൂട്ടിക്കൊണ്ട് പോകും. ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി, അതിനെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഡോജി ചോദിക്കുമ്പോഴത്തേക്കിനും ഏത് പെൺകുട്ടിയുടെ കാര്യമാണ് ചോദിക്കുന്നത്, ഡോക്ടർ സ്വപ്നം കണ്ടതായിരിക്കാം എന്ന് മെയിൻ നഴ്സ് പറയും. കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ പല സാധനങ്ങളും ഒരുപാട് പഴയതാണെന്ന് അവന് മനസ്സിലാവും. ഇതൊക്കെ മാറ്റണം എന്ന് ഞങ്ങൾ എല്ലാ വർഷവും പറയാറുണ്ട്, പക്ഷെ ആരും അതൊന്നും കേൾക്കാറില്ല എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് മാറ്റിയേ പറ്റത്തുള്ളൂ എന്ന് അവൻ പറയും. ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഹോസ്പിറ്റലിന്റെ തന്നെ ഏറ്റവും മേളത്തെ നിലയിലാണ്. അവൻ റൂമിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കിനും ഒരു പഴുതാര വന്ന് മുഖത്തേക്ക് വീഴും. പേടിച്ച് കുറച്ച് താഴേക്ക് വരുമ്പോഴത്തേക്കിനും സീനിയർ നഴ്സും ജൂനിയർ നഴ്സും ഒക്കെ ഇതൊക്കെയാണ് വലിയ കാര്യം എന്നുള്ള രീതിക്കാണ് ട്രീറ്റ് ചെയ്യുന്നത്.
ഒരു ബഗ് സ്പ്രേ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അവൻ അവിടെ എല്ലാം അടിച്ചിട്ട് പെട്ടി തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അവന്റെ പെട്ടി മാറിപ്പോയി എന്ന് മനസ്സിലാവും. ഐലൻഡിൽ വെച്ച് കണ്ട ആ പെൺകുട്ടിക്കും അതേ ബാഗായിരുന്നു എന്ന് അവൻ ഓർക്കും. പെട്ടി മാറിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വില്ലേജ് ഹോളിലേക്ക് ചെന്ന് യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. അവൻ ഹോൾ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിനും ഒരു വില കൂടിയ കാറ് അതുവഴി പൊടിയൊക്കെ പറപ്പിച്ച് പോകും. ഈ ഐലൻഡിൽ ആരാണ് ഇങ്ങനെ ഒരു കാറിൽ വരുന്നതെന്ന് അവൻ ആലോചിക്കും. അവിടെ ചെല്ലുന്നുണ്ട് 3 അപ്പൂപ്പന്മാരാണ് ഇരിക്കുന്നത്. ലഗേജ് മാറിപ്പോയി എന്ന് അവൻ പറയും. എന്നിട്ട് പതുക്കെ ചോദിക്കും, ഇവിടെ എന്തെങ്കിലും ആക്സിഡന്റ് നടന്നായിരുന്നോ, ആ ഫെറിയിൽ നിന്ന് ആരെങ്കിലും വെള്ളത്തിൽ വീണായിരുന്നോ, അവരെ രക്ഷിക്കാൻ പറ്റുമോ എന്ന്. 20 വർഷമായിട്ട് അങ്ങനത്തെ ആക്സിഡന്റ്സ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇയാളെയാണ് ഹോസ്പിറ്റലിലേക്ക് ബോധമില്ലാതെ കൊണ്ടുവന്നത്. ഇയാൾ ചിലപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യമായിരിക്കും പറയുന്നത്. അത് ഗ്രാനി വിജയുടെ ഗ്രാൻഡ് ഡോട്ടർ ആണ്. ഒരു റെഡ് കളറിലെ റൂഫ് ടോപ്പ് ഉള്ള വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെന്നാൽ മതി, ഇയാളുടെ ലഗേജ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടും. ഇവൻ നടന്ന് നോക്കുമ്പോഴത്തേക്കിനും അവിടെയുള്ള മിക്കവാറും എല്ലാ വീടുകൾക്കും ചുവന്ന കളറിലെ റൂഫ് ടോപ്പ് ആണ്. നടന്നിട്ടും റോഡിനൊരു അവസാനവും ഇല്ല. അന്നേരം ആരോ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഓടി വരുന്ന സൗണ്ട് കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വരുവാണ്. അത് നായികയായ ഹാരി ആയിരുന്നു. എന്താ സംഭവം എന്ന് ഇവൻ മനസ്സിലാകുന്നതിന് മുമ്പ് ഹാരി ഇവന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് അവനെയും കൊണ്ടാണ് ഓടുന്നത്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിനും ഒരു പട്ടിക്കുട്ടി അവളുടെ പുറകെ ഓടുകയാണ്. ഇവൻ പെട്ടെന്ന് അവളുടെ കൈ വിട്ടിട്ട് ഫ്രണ്ടിൽ ഓടും. ഇവർ ഓടി ഓടി അവസാനം ഇവൻ ഓടി ചെന്നിട്ട് ഒരു മരത്തിന്റെ മേളിലേക്ക് കയറും. ഇവൾ അവിടെ താഴെ വീണു പോകും. പട്ടി അവളെ കടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ഒരു ലേഡി വന്നിട്ട് അതിനെ പിടിച്ചു മാറ്റും. അവരെ കാണുമ്പോൾ അവള് തിരിച്ചറിയും. അവർ സംസാരിക്കുന്ന കാണുമ്പോൾ അവർക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു എന്ന് അവനെ മനസ്സിലാവും. ഹാരി അവനെ തിരിച്ചറിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോയി ബാഗ് തിരിച്ചു കൊടുക്കും. എല്ലാം ഉണ്ടോ എന്ന് തുറന്നു നോക്കാൻ പറയുമ്പോഴത്തേക്കിനും അവൾ ബാഗ് തുറക്കുന്നുണ്ടേ അതിനകത്ത് കുറെ ഗുളികകളും വേറെ മെഡിസിൻസും ഒക്കെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് അവൻ ശ്രദ്ധിക്കും. അവൻ്റെ തുറന്നു നോക്കുമ്പോൾ എല്ലാം നീറ്റായിട്ടാണ് അടുക്കി വെച്ചേക്കുന്നതെന്ന് അവളും കാണും. എന്നിട്ട് അവൻ കഴിച്ച ആ ഗുളികയുടെ കുപ്പി തിരിച്ചു കൊടുക്കും. ഈ ഗുളിക കഴിക്കാൻ പാടില്ലാത്താണെന്ന് അറിയാലോ അല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിനും ആരായി സംസാരിക്കുന്നത്, ഇയാൾ എന്തിനാണ് ഫെറിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്, ഇയാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ എനിക്ക് സംഭവിച്ചതെന്ന് അവൻ തിരിച്ചു ചോദിക്കും. അവനത് ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവൾ ഷോക്ക്ഡ് ആയിട്ടാണ് അവനെ നോക്കുന്നത്. സംഭവിച്ചത് എന്താണെന്ന് അവൻ ഇപ്പോഴും അറിയത്തില്ല, നമുക്ക് മനസ്സിലാവും. ഹാരി ശരിക്കും അമ്മമ്മയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ. അന്നേരം അവളുടെ കാർഡിഗൻ പറന്നു പോകും. അത് പറന്നു പോയതാന്ന് പറഞ്ഞ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരാള് ചാടാൻ പോകുന്നു, ആരെങ്കിലും വന്ന് രക്ഷിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങോട്ടേക്ക് വരുവാണ്. എന്നിട്ട് ഇവൻ എടുത്ത് ചാടുന്നു മനസ്സിലാവുമ്പോഴത്തേക്കിനും അവൾ അവിടെ നിന്ന് സാധനം എടുത്ത് അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കും. അങ്ങനെ അവൻ ബോധം കെട്ട് വീഴുവാണ്. എന്നിട്ട് അവൻ ഉണരാത്തത് കൊണ്ട് അവനെ കൊണ്ട് ഹെൽത്ത് സെന്ററിലേക്ക് ഹാരി തന്നെയാണ് പോകുന്നത്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവൻ ബാഗ് കൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്ഥലം വിടും. ഓർമ്മയില്ലാത്തത് കൊണ്ട് അവള് കഥയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയുകയാണെന്ന് അവൻ സ്വയം വിശ്വസിക്കാനായിട്ട് ശ്രമിക്കും. ഹാരിയുടെ അമ്മമ്മ ഐലൻഡിലാണ് താമസിക്കുന്നത്. ഹാരിയുടെ അമ്മയും അച്ഛനും മരിച്ചു പോയതാണ്. അവരുടെ മെമ്മോറിയൽ ദിവസമായിരുന്നു അന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഹാരി സോജു ബോട്ടിലൊക്കെ ആയിട്ട് വരുന്നത്. സോജു ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഹാരി കുടിച്ചിട്ടുണ്ടെന്ന് അമ്മമ്മയ്ക്ക് മനസ്സിലാവും. ഡോജി തിരിച്ച് ഹെൽത്ത് സെന്ററിലേക്ക് വരുമ്പോഴത്തേക്കിനും നേരത്തെ കണ്ട സ്പോർട്സ് കാർ അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാവും. ഇതാരാ ഇതും കൊണ്ട് ഇവിടേക്ക് വന്നതെന്ന് ആലോചിച്ച് അവൻ ബാത്റൂമിൽ പോകാൻ അത്യാവശ്യപ്പെട്ട് വന്നതാണ്. ഓടിപ്പോയി വാതിൽ തുറക്കുമ്പോഴത്തേക്കിനും അകത്താരോ കുളിച്ചോണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ ഫ്ലസ്റ്റേർഡ് ആവും. പക്ഷെ അകത്ത് നിന്ന് പയ്യൻ യാതൊരു ഭാവവ്യത്യാസം കാണിക്കാതെ ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്, ഇയാൾ ഇന്ന് ജോയിൻ ചെയ്ത ആളാണ്, എൻ്റെ പേര് ഡോക്ടർ ഹിൻ ചിയോൺ എന്നാണെന്ന് പറഞ്ഞിട്ട് ഡോജി എടുത്ത് അങ്ങോട്ടേക്ക് പരിചയപ്പെടും. ഡോജി റൂമിൽ വന്ന് പെട്ടിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു ബുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് 2 ഫോട്ടോസ് താഴെ വീഴും. അവനും വേറൊരു ആൺകുട്ടിയും പെൺകുട്ടിയാണ് അതിലുള്ളത്. ആ ഫോട്ടോ നോക്കി അവൻ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ ആരോ റൂമിലേക്ക് വരും. പെട്ടെന്ന് തന്നെ അവനത് ഹൈഡ് ചെയ്യും. അതവിടുത്തെ ട്രഡീഷണൽ മെഡിസിൻ ഡോക്ടറായ യങ് ജൂച്ചാൻ ആണ്. അവനും സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇവിടുത്തെ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കുന്ന മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് അവരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞാൻ എല്ലാ ഗ്രൂപ്പ്സിലും ഉണ്ട്, എല്ലാ ഗ്രൂപ്പിലും ഡോജിയെയും ആഡ് ചെയ്തേക്കാം. ഇന്ന് ഇയാളുടെ ഭാഗം ട്രീറ്റ് ആണ്, ആദ്യമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ട്രീറ്റ് തരണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ആ ഏരിയയിൽ ആകെ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ. അവിടേക്കാണ് അവർ വരുന്നത്. റെസ്റ്റോറൻറ്റിന്റെ ഓണർ നേരത്തെ ആ പട്ടിക്കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയ ലേഡിയാണ്. അവർക്ക് ഡോജിയെ കാണുമ്പോൾ മനസ്സിലാവും. അവർ ഫുഡ് എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും ഇവിടെ ആകെ ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫുഡ് കൊണ്ടുവരുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പിന്നീടൊന്നും കിട്ടത്തില്ല, 1 വർഷം ഇവിടെ താമസിക്കാനുള്ളതാണെന്ന് ഓർക്കണമെന്ന് ഡോക്ടർ യങ് അവൻ്റെ അടുത്ത് പറയും. എന്നിട്ട് എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതെന്ന് ചോദിക്കും. പ്ലാസ്റ്റിക് സർജറിയിലാണെന്ന് കേൾക്കുമ്പോഴത്തേക്കിനും അവനത് ഇഷ്ടപ്പെടും. ഡോക്ടർ ഹ്യുൻ ആണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഒന്നും ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിക്കൂടാ, അങ്ങനെ ആകുമ്പോൾ സിറ്റിയിലേക്ക് തിരിച്ചു ചെല്ലുന്ന തന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഇടാമല്ലോ, ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വരുമല്ലോ എന്നൊക്കെ ഡോക്ടർ യങ് പറയുമ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് സർജൻസിനെ ഇഷ്ടമല്ല, അവര് മണി ഗ്രാബേഴ്സ് ആണെന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഡോജിക്ക് ദേഷ്യം വരും.
അവനെന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും അവരെ ഫുഡ് കൊണ്ടുവരും. നോക്കുന്നുണ്ടെ ഫിഷൊക്കെ ക്ലീൻ ചെയ്യാതെ മുഴുവനായിട്ട് അതിനകത്ത് ഇട്ടേക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെടത്തില്ല. അവൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ പറയണമെന്ന് ഡോക്ടർ യങ് അവനെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് അവൻ കുറച്ചെടുത്ത് വായി വെച്ചിട്ട് കൊള്ളാം എന്ന് അവരോട് പറയും. അപ്പോൾ ഒരു ഫോൺ അവിടേക്ക് വരും. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഹെൽത്ത് സെന്ററിലേക്ക് തിരിച്ചു ചെല്ലണം, ഒരാൾ അവിടെ കാണാനായിട്ട് വന്നിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് അവസരം എന്ന് മനസ്സിലാക്കിയിട്ട് ഡോജി ചാടി എഴുന്നേറ്റ് ഞാൻ പോകാം, തിരിച്ചു വന്നിട്ട് ഫുഡ് ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവര് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കിനും അവർ കാണാതെ അവനത് തുപ്പിക്കളയുന്നുണ്ട്. ചെല്ലുന്നുണ്ട്. അത് വില്ലേജ് ഹോളിൽ വെച്ച് കണ്ട ഒരാളാണ്. അയാളുടെ പേര് പാർക്ക് എന്നാണ്. അയാളൊരു ഫിഷർമാൻ ആണ്. എനിക്ക് ഇൻഡൈജഷൻ ആണ്, അതുകൊണ്ട് ഇന്ന ഗുളിക വേണമെന്ന് അവനോട് അങ്ങോട്ടേക്ക് ആവശ്യപ്പെടും. അയാൾ സിംറ്റംസ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവന് സംശയം തോന്നും. അതുകൊണ്ട് തന്നെ വിശദമായിട്ട് ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവനെല്ലാം നോക്കുമ്പോഴത്തേക്കിനും അയാൾക്ക് ഹാർട്ടിനാണ് പ്രശ്നം എന്ന് അവന് മനസ്സിലാവും. ഇത് ഇൻഡൈജഷന്റെ പ്രശ്നമൊന്നുമല്ല, ഇയാൾക്ക് ഹാർട്ടിനാണ് പ്രശ്നം. അതുകൊണ്ട് സിറ്റിയിലെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് അയാളോട് പറയുന്നുണ്ടെങ്കിലും അയാളത് കേൾക്കത്തില്ല. എനിക്കൊരു കുഴപ്പമില്ല, ഡോക്ടർ വെറുതെ പേടിക്കുന്നതാണ്, എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ വരും, എനിക്ക് ഇവിടെ നിന്ന് കളയാനായിട്ട് സമയമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗുളിക വന്നിട്ട് എന്നെ പറഞ്ഞു വിടാനായിട്ട് അയാൾ പറയും. നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട് 80% സാധ്യതയുണ്ടെന്നൊക്കെ അവൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അവസാനം നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് അവൻ അയാളോട് പറയും. അത് കേൾക്കുമ്പോൾ അയാളെന്ന് പേടിക്കും. പോകാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ തന്നെ ചെയ്യാം, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോജി അയാളെ പുറത്തേക്ക് പറഞ്ഞു വിടും. അവൻ മിസ് വാങ്ങിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേക്കിനും അയാൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും. എമർജൻസി പേഷ്യൻസ് ആണെങ്കിൽ ഐലൻഡിൽ നിന്ന് പോകാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെലികോപ്റ്റർ ഒക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. എമർജൻസി ആണെന്ന് ഡോജി പറഞ്ഞതുകൊണ്ട് മിസ് വാങ് നേരത്തെ ഹെലികോപ്റ്റർ ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ അവരെല്ലാം വരുമ്പോഴത്തേക്കിനും ആള് മിസ്സിംഗ് ആണെന്ന് ഡോജി പറയും. അയാളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർക്കും പെനാൽറ്റി കിട്ടും. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ബോഡി എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ വന്നത്, എനിക്ക് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് ശല്യപ്പെടുത്തരുത്, നിങ്ങളെല്ലാം തിരിച്ചു പോകാനൊക്കെ പറഞ്ഞിട്ട് അയാൾ അവരെ വഴക്ക് പറഞ്ഞ് തിരിച്ചു വിടും. അവരവിടെ നിന്ന് തിരിയുമ്പോഴത്തേക്കും തന്നെ അയാളൊരു വലിയ ബോക്സ് എടുക്കാനായിട്ട് ശ്രമിക്കും. അന്നേരത്തേക്ക് അയാളുടെ ബോധം പോയി താഴെ വീഴും. പ്രശ്നം ഗുരുതരമാണെന്ന് അവർക്ക് മനസ്സിലാവും. ഡോജി പെട്ടെന്ന് തന്നെ CPR ഒക്കെ കൊടുക്കും. അന്നേരത്തേക്ക് ഹെലികോപ്റ്റർ വരും. എന്തൊക്കെയാണ് ചെയ്തത്, എന്ത് ടാബ്ലറ്റ് ആണ് കൊടുത്തതെന്നൊക്കെ ഡോജി എക്സ്പ്ലെയിൻ ചെയ്ത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഡോക്ടറിന്റെ അടുത്ത് പറയുമ്പോൾ ഇയാൾ ഡോക്ടർ ആണെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് പറയും. അങ്ങനെ അവനും അവരുടെ കൂടെ സിറ്റിയിലേക്ക് പോകും. അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ അയാളെ ICUലേക്കൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ട് എല്ലാവരും അവരവരുടെ ജോലി നോക്കി പോകും. ഇവനാണെങ്കിൽ അന്നേരം അവനോട് കൂടെ ചെല്ലാൻ പറഞ്ഞ ഡോക്ടറോട് ചോദിക്കും ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അതെനിക്ക് എങ്ങനെ അറിയാം, ഇയാളെ ഹെൽത്ത് സെന്ററിൽ വിളിച്ച് ചോദിക്കാനായിട്ട് പറയും. അവിടെ വിളിക്കുന്നുണ്ടെ ലാസ്റ്റ് ഫെറിയും പോയി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അവിടെ എങ്ങാനും താമസിച്ച് പിറ്റേ ദിവസം രാവിലത്തെ ഫെറിക്ക് തിരിച്ചു വരണമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അവന് പിന്നെയും ടെൻഷൻ ആവും. ഫെറിയിൽ കയറാൻ അവന് പേടിയാണല്ലോ. ക്ഷീണം കാരണം റൂം എടുത്തിട്ട് കഴിക്കാൻ പോലും നിൽക്കാതെ അവൻ ഉറങ്ങിപ്പോകും. പിറ്റേ ദിവസം വെളിച്ചം കണ്ണിലടിക്കുന്ന തന്നെയാണ് അവൻ ഉണരുന്നത്. അന്നേരം ഒരു കോള് വരും. സിസ്റ്റർ ഹാങ് ദേഷ്യത്തിൽ വിളിക്കുകയാണ്. ഇവിടെ എത്ര ബിസി ആണെന്ന് അറിയാമോ, ആദ്യത്തെ ഫെറി വന്നു, എന്താണ് അതിൽ വരാഞ്ഞതെന്ന് ചോദിക്കും. ഇന്നലെ ഒരു എമർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ വരേണ്ടി വന്നതല്ലേ ചോദിക്കുമ്പോൾ അത് ഇന്നലെ അല്ലേ, ഇന്നല്ലല്ലോ, ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണോ, എത്രയും പെട്ടെന്ന് അടുത്ത ഫെറിക്ക് ഇവിടെ എത്തണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് കംപ്ലൈന്റ് കൊടുക്കും. 2 പ്രാവശ്യം അങ്ങനെ വാർണിംഗ് കിട്ടുവാണെങ്കിൽ പിന്നീട് ഇയാൾക്ക് 1 വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തില്ല, 3 വർഷം ഇവിടെ തന്നെ സെർവ് ചെയ്യേണ്ടി വരുമെന്ന് അവനെ ഓർമ്മിപ്പിക്കും. ഷിപ്പിലേക്ക് കയറാൻ ചെന്നിട്ട് ഡോജി ഹെസിറ്റേറ്റ് ചെയ്യും. അതല്ലാതെ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ അവിടെ എത്താൻ പറ്റുമോ എന്നൊക്കെ അവൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ തന്നെ പോയേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അവന് പേടി കൂടിയിട്ട് പാനിക് അറ്റാക്ക് പോലെ വരും. പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ ഓർക്കുന്നുണ്ട്. ആരോ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും ആ ആള് മരിച്ചു പോകുന്നതും ആരോ അവനെ കുറ്റപ്പെടുത്തുന്നതല്ല. അതെല്ലാം ആലോചിച്ചിട്ട് അവൻ ബ്രീത് ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോഴത്തേക്കിനും ആരോ ഒരു ഹെഡ്ഫോൺ കൊണ്ടുവന്ന് അവന് വെച്ചു കൊടുക്കും. അത് ആരാണെന്ന് അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഹാരി ആയിരിക്കും.